Good morning all. We were discussing about the topic mean deviation in the last class. Now let us see the discrete series. Okay. In order to find mean deviation for a discrete series, we have to follow these steps. The equation for finding mean deviation is sigma f into mod d by capital M, where mod d equal to x minus a. x minus a എന്ന് ജനറലായിട്ട് കൊടുക്കാം, നേരത്തെ പോലെ തന്നെ. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മീൻ ആവാം, എക്സ് ബാർ ആകാം, അല്ലെങ്കിൽ മീഡിയൻ എം ആവാം, അതും അല്ലെങ്കിൽ മോഡ് ഇസഡ് ആവാം. ഓക്കെ, അപ്പോൾ മോഡ് ഡി കാണാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മോഡ് എക്സ് മൈനസ് എക്സ് ബാർ, അല്ലെങ്കിൽ മോഡ് എക്സ് മൈനസ് എം, അതും അല്ലെങ്കിൽ മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് മോഡ്, ആ രീതിയിൽ ചെയ്യുക. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ നേരത്തെ അതേ ഇക്വേഷനാണ്, മീൻ ഡീവിയേഷൻ ബൈ മീൻ അല്ലെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മോഡ്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ വേരിയേഷൻ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ, മീൻ ഡീവിയേഷൻ ബൈ മീൻ മീഡിയൻ ഓർ മോഡ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് സം എടുക്കേണ്ടതെന്ന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. കമ്പ്യൂട്ട് ദ മീൻ ഡീവിയേഷൻ ഫ്രം ദ ഫോളോവിങ്. ഇവർ മീൻ ഉപയോഗിച്ച് കാണാനാണ് പറഞ്ഞേക്കുന്നത്. എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് യൂസ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ മീനെന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ മീൻ കണ്ടുപിടിച്ചിട്ട് വേണം മീൻ ഡീവിയേഷൻ കാണാൻ. സപ്പോസ് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, മീൻ ഡീവിയേഷൻ കാണാൻ മാത്രമേ ഉള്ളെങ്കിൽ മീൻ തന്നെ എടുക്കണമെന്നില്ല, മീനോ മീഡിയനോ മോഡോ ഏത് വേണേൽ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡേറ്റ് നോക്കുക. നമ്പർ ഓഫ് ചിൽഡ്രൻ ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് ഫാമിലീസ് ഉണ്ട്. സോ ഫ്രീക്വൻസി ഉണ്ട് അവിടെ. നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ ആദ്യം എക്സ് എന്ന് എടുത്തു, 0, 1, 2, 3 up to 6. ദെൻ നമ്പർ ഓഫ് ഫാമിലീസ് ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി അതേ ഓർഡറിൽ എഴുതി 171, 82 അതുപോലെ എടുത്തെഴുതുന്നു. ഇനി നമുക്ക് എന്താ കാണണ്ടേ? എഫ് എക്സ് കാണണം. എഫ് എക്സ് കാണുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മീൻ കാണാനുള്ള ഇക്വേഷൻ ഏതായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ മീൻ കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നല്ലേ. അപ്പോൾ എഫ് ഇൻറ്റു എക്സിൻ്റെ സം വേണം. അതിന് വേണ്ടിയിട്ടാണ് എഫ് എക്സ് എന്നൊരു കോളം ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം സൈഡിൽ വല്ലതും യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ അവിടെ ആവശ്യമുള്ള ടേംസ് ഏതൊക്കെയാണോ അതൊക്കെയാണ് ഈ കോളത്തിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഫ് എക്സ് കാണണം, എഫ് ഇൻറ്റു എക്സ്. അപ്പോൾ ആദ്യം 0 ഇൻറ്റു 171 0, 1 ഇൻറ്റു 82 82, ആ രീതിയിൽ എഫ് എക്സ് കിട്ടി. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ സം ഒന്ന് കണ്ടിട്ടുണ്ട്, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു എല്ലാം തമ്മിൽ കൂട്ടി നോക്കിയപ്പോൾ 356 എന്ന് കിട്ടും. അതുപോലെ ഫ്രീക്വൻസിയുടെ സമ്മും കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന കോളത്തിൻ്റെ താഴെ കണ്ടില്ലേ, ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 350. ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ചെയ്തതാണത്. ഇനി അടുത്തത് മോഡ് ഡി കാണണം. മോഡ് ഡി എന്ന് പറയുന്നത് മീനിൽ നിന്ന് കാണാനാണ് പറഞ്ഞേക്കുന്നത്. സോ എക്സ് മൈനസ് എക്ക് പകരം എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ടേമിൽ നിന്നും മീൻ കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് മീൻ താഴെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സോ 356 ബൈ 350, അതായത് 1.02 എന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാ എക്സിൻ്റെ ടേംസിൽ നിന്നും 1.02 മൈനസ് ചെയ്യണം. അപ്പോൾ 0 മൈനസ് 1.02 എത്ര കിട്ടും? -1.02 എന്ന് കിട്ടും. പക്ഷേ മോഡുലസ് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യണ്ട, മോഡുലസ് ഉള്ളത് കൊണ്ട്. മോഡിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാലും പുറത്തോട്ട് വരുമ്പോൾ അത് പോസിറ്റീവ് ആകും. സോ ആ രീതിയിൽ എല്ലാ എക്സ് ടേംസിൽ നിന്നും എക്സ് ബാറിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കുന്നു. ഓക്കെ, അങ്ങനെ മോഡ് ഡി എന്ന കോളം കിട്ടി. ഇനി അടുത്ത് എന്ത് കാണണം? എഫ് ഇൻറ്റു മോഡ് ഡി കാണണം. അപ്പോൾ ഫ്രീക്വൻസി ഇൻറ്റു മോഡുലസ് ഡി. അപ്പോൾ 171 ഇൻറ്റു 1.02, അപ്പോൾ 174.42 എന്ന് കിട്ടും. അതുപോലെ ബാക്കിയെല്ലാം ചെയ്യുക. ലാസ്റ്റ് അതിൻ്റെ സം കൂടെ കാണണം, സിഗ്മ എഫ് മോഡ് ഡി. അതെല്ലാം തമ്മിൽ കൂട്ടുമ്പോൾ 351.12 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് മീൻ ഡീവിയേഷൻ കാണാമല്ലോ.
മീൻ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? സിഗ്മ എഫ് മോഡ് ഡി ബൈ ക്യാപ്സൺ. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 351.12 ഡിവൈഡഡ് ബൈ 350. ആൻസർ 1.0032 എന്ന് കിട്ടും. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണണം. അത് മീൻ ഡീവിയേഷൻ ബൈ മീൻ, മീഡിയൻ അല്ലെങ്കിൽ മോഡ് എന്നാണ്. ഇവിടെ മീൻ ആയതുകൊണ്ട് മീൻ ഡീവിയേഷൻ ബൈ മീൻ. സോ ആൻസർ 0.98 എന്ന് കിട്ടും. ഇവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ വേരിയേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മീൻ ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് 0.98 ഇൻറ്റു 100 ദാറ്റ് ഇസ് 98 എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ നോക്കി കോപ്പി ചെയ്യരുത്. കാൽക്കുലേറ്റർ വെച്ച് തനിയെ ഇരുന്ന് ചെയ്തിട്ട് വേണം നോട്ടിലോട്ട് കോപ്പി ചെയ്യാൻ. ഓക്കെ, അതും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം എന്നില്ല. ഒരേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലും മതി നോട്ടിലോട്ട്. ബാക്കി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അവിടെ എത്രത്തോളം നമ്മൾ എഴുതി പഠിക്കുന്നോ അത്രയും നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഓഫ് ദ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് അറ്റ് ആൻ എക്സ്ചേഞ്ച്. ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വരുന്ന കോൾസിൻ്റെ മീൻ ഡീവിയേഷൻ കാണാനാണ് പറഞ്ഞേക്കുന്നത്. എബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മീൻ അല്ല കാണേണ്ടത്, മീഡിയൻ കണ്ടുപിടിച്ചിട്ട് മീഡിയനെ വെച്ച് വേണം മീൻ ഡീവിയേഷനൊക്കെ കാണാൻ. അപ്പോൾ ഡേറ്റ നോക്കുക, നമ്പർ ഓഫ് കോൾസും ഫ്രീക്വൻസി ഉണ്ട്. സോ ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. നമുക്ക് ആദ്യം ടേബിൾ വരയ്ക്കാം. എക്സ് എന്നും പറഞ്ഞ് നമ്പർ ഓഫ് കോൾസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ദെൻ ഫ്രീക്വൻസി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് എന്ന് പറയുന്ന കോളത്തിൽ ഫ്രീക്വൻസീസ് കൊടുത്തു. ഇനി നമുക്ക് ക്യുമുലേറ്റീവ് മീഡിയൻ കാണേണ്ടത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുക? മറ്റേ എഫ് എക്സ് ഒന്നും കാണണ്ട, പകരം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്താൽ മതി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓർമ്മയുണ്ടല്ലോ എടുക്കുന്നത്. ആദ്യത്തേത് അത് തന്നെ 14 തന്നെ. രണ്ടാമത്തത് എങ്ങനെ കിട്ടും? 14 + 21 35. അടുത്തതോ 35 + 25 60. അങ്ങനെ ഫ്രീക്വൻസീസ് ആഡപ്പ് ചെയ്ത് പോവുക. അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി മോഡ് ഡി കാണണം. മോഡ് ഡി കാണാൻ എക്സ് മൈനസ് എക്സ് ബാർ അല്ല, ഇവിടെ മീഡിയൻ എന്ന് പറഞ്ഞതുകൊണ്ട് എക്സ് മൈനസ് മീഡിയൻ എന്ന രീതിയിൽ കാണണം. സോ മീഡിയൻ അറിയത്തില്ല, മീഡിയൻ നമ്മൾ സൈഡിൽ അല്ലെങ്കിൽ താഴത്ത് കണ്ടുപിടിക്കുന്നു. മീഡിയൻ കാണാനുള്ള ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ സൈസ് ഓഫ് n+1/2 ഐറ്റം നോക്കണം. അപ്പോൾ സൈസ് ഓഫ് 123rd ഐറ്റം എന്ന് വരും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 123 എന്നൊരു ഐറ്റം ഉണ്ടോ എന്ന് നോക്കിയേ മക്കളെ. ഉണ്ടോ? ഇല്ല. സോ 123 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ടേം ഏതാണെന്ന് നോക്കുക. സി എഫിൽ എത്രയാണ്? 154. ആ 154ന് നേരെ വരുന്ന എക്സിൻ്റെ വാല്യൂ അതെത്രയാണ്? 4. അതായിരിക്കും മീഡിയൻ, അതായത് സൈസ് ഓഫ് 123rd ഐറ്റം. അപ്പോൾ 154ന് നേരെ വരുന്ന എക്സ് ഈക്വൽ ടു 4 എന്ന 4 വാല്യൂ ആയിരിക്കും മീഡിയൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് മോഡ് ഡി കോളത്തിൽ മോഡ് ഡി ആ കണ്ടുകൊണ്ടിരുന്നത് എക്സ് മൈനസ് എം എന്നാണ്. എമ്മിന് പകരം 4 എന്ന് കിട്ടി. സോ എക്സ് മൈനസ് എമ്മിന് പകരം ആദ്യത്തെ കോളത്തിൽ ആദ്യത്തെ റോയിൽ എന്ത് വരും? 0 - 4, അതായത് -4. മോഡ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ മാറും, 4 എന്ന് കിട്ടും. ദെൻ 1 - 4 -3 എന്ന് വരും. മോഡുലസ് മാറ്റുമ്പോൾ 3 എന്ന് കിട്ടും. ആ രീതിയിൽ മോഡ് ഡിയുടെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കുക. ഇനി എന്ത് കാണുക? എഫ് ഇൻറ്റു മോഡ് ഡി. എഫ് ഇൻറ്റു മോഡ് ഡി എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയുടെ വാല്യൂ ഇൻറ്റു മോഡ് ഡിയുടെ വാല്യൂ. അതായത് 14 × 4 56, 21 × 3 63, 25 × 2 50. ആ രീതിയിൽ എഫ് ഇൻറ്റു മോഡ് ഡി കണ്ടുപിടിക്കുന്നു. ലാസ്റ്റ് അതിൻ്റെ സം ഒന്ന് എടുക്കുന്നു, സിഗ്മ എഫ് മോഡ് ഡി. എല്ലാം തമ്മിൽ കൂട്ടുമ്പോൾ 366 എന്ന് കിട്ടി. അപ്പോൾ ഫ്രീക്വൻസിയുടെ സമ്മും നോക്കി വെച്ചിട്ടുണ്ട്. n = 245. അത് ഓൾറെഡി നമ്മൾ നേരത്തെ യൂസ് ചെയ്തതാണ്. ഇനി മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ. മീൻ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് 1.49 എന്ന് കിട്ടും. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണുന്നത് എങ്ങനെ? മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ. സോ ആൻസർ 0.373. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ വേരിയേഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ കിട്ടിയ ആൻസർ ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ ഇൻറ്റു 100. സോ 0.373 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 37.3 എന്ന് കിട്ടും. അതായിരിക്കും കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ വേരിയേഷൻ. ഓക്കെ, ഇതേ മോഡലൊരു ക്വസ്റ്റ്യൻ ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 13. അത് ഹോംവർക്കായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, നൗ കമ്മിങ് ടു കണ്ടിന്യൂസ് സീരീസ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ മീൻ ഡീവിയേഷനാണ് നോക്കിയത്. അടുത്തത് കണ്ടിന്യൂസ് സീരീസിൻ്റെ മീൻ ഡീവിയേഷൻ. ഓക്കെ, അവിടെ ഇക്വേഷൻസിന് മാറ്റമൊന്നുമില്ല, പകരം മീനും മീഡിയനും ഒക്കെ കാണുന്നതിലേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, മീനും മീഡിയനും കണ്ടിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് മീൻ ഡീവിയേഷൻ കാണുന്നത്. മോഡ് എന്നൊരു ടേം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല ഇവിടെ. ഓക്കെ, ഐദർ യു ക്യാൻ കമ്പ്യൂട്ട് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഓർ ഫ്രം മീഡിയൻ. ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, മാർക്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. സോ മാർക്സ് തരുമ്പോൾ ഒരു ക്ലാസ് രീതിയിലാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതറിയാം കണ്ടിന്യൂസ് സീരീസ് ആണെന്ന്. തന്നേക്കുന്ന ഡേറ്റ് അതുപോലെ എഴുതി, ക്ലാസ് എഴുതി. മിഡ് വാല്യൂവിനെയാണല്ലോ എക്സ് എന്ന് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കാണുന്നു. ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ് കാണുന്നതെന്ന്. 0 + 10/2, അപ്പോൾ 5, ദെൻ 10 + 20/2, 15. ആ രീതിയിൽ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഫ്രീക്വൻസി തന്നേക്കുന്ന അതുപോലെ തന്നെ എടുത്തെഴുതി. ഇനി അടുത്ത എന്താ, എഫ് എക്സ് കാണണം. എഫ് ഇൻറ്റു എക്സ് കാണുന്നു. 5 × 4 20, 15 × 6 90. ആ രീതിയിൽ എഫ് എക്സ് കണ്ടു. എഫ് എക്സിൻ്റെ സം നോക്കുന്നു. എഫ് എക്സിൻ്റെ കോളം തമ്മിൽ കൂട്ടുമ്പോൾ 2100 എന്ന് കിട്ടും. അതുപോലെ ഫ്രീക്വൻസിയുടെ കോളത്തിൻ്റെ സം എടുക്കുമ്പോൾ 60 എന്ന് കിട്ടും. ഇനി അടുത്തത് മോഡ് ഡി കാണണം. മോഡ് ഡി എന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ക്വസ്റ്റിനെ അരിത്തമീറ്റിക് മീൻ വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മോഡ് കാണുന്നില്ല, മീൻ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ എക്സ് ബാർ അറിയണ്ടേ, എക്സ് ബാർ നമ്മൾ താഴത്ത് കണ്ടുപിടിക്കുന്നുണ്ട്. മീൻ അഥവാ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നാണ് ഇക്വേഷൻ. സോ സിഗ്മ എഫ് എക്സ് 2100 ബൈ 60, 35 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മോഡ് ഡി കാണാൻ എക്സ് മൈനസ് എക്സ് ബാറിന് പകരം എക്സ് മൈനസ് 35, അതായത് 5 - 35, അപ്പം -35. മോഡ് മാറ്റാൻ നേരത്ത് +30 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് എക്സ് മൈനസ് എക്സ് ബാറിന് പകരം 15 - 35, -20 എന്ന് കിട്ടും. മോഡുലസ് മാറ്റുമ്പോൾ നെഗറ്റീവ് മാറി 20 ആവും. അതുപോലെ മോഡ് ഡിയുടെ എല്ലാ വാല്യൂസും കാണുക. ദെൻ ഫ്രീക്വൻസി ഇൻറ്റു മോഡ് ഡി കാണണം, എഫ് മോഡ് ഡി. അപ്പോൾ 4 × 30 120, 6 × 20 120, 10 × 10 100. ആ രീതിയിൽ എഫ് മോഡ് ഡി എല്ലാം കാണുന്നു. ലാസ്റ്റ് അതിൻ്റെ സം കൂടെ കണ്ടുപിടിക്കുക. സിഗ്മ എഫ് മോഡ് ഡി എന്ന് പറയുമ്പോൾ 680 എന്ന് കിട്ടും. ഇനി ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. സോ മീൻ ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ 680 / 60, അതായത് 11.33 എന്ന് കിട്ടി. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാൻ മീൻ ഡീവിയേഷൻ ബൈ മീൻ എടുക്കുന്നു, 0.324 എന്ന് കിട്ടും. ഇവിടെയും കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ വേരിയേഷൻ കാണണമെങ്കിൽ ഈ കിട്ടിയ വാല്യൂ ഇൻറ്റു 100 ചെയ്താൽ മതി, 32.4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ കണ്ടിന്യൂസ് സീരീസ് തന്നെ മീൻ വെച്ച് ചെയ്യുന്നതാണ് ഇപ്പം നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ മീഡിയൻ വഴി എങ്ങനെ കാണാമെന്ന് നോക്കാം. ഇവിടെ ആകെ ചേഞ്ച് വരുന്നത് മീനിന് പകരം മീഡിയൻ ആണ് കാണുന്നത്. മീഡിയൻ കാണാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് സീരീസിന്, അതിവിടെ അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. സോ എക്സ് എന്ന കോളം നമ്മൾ എഴുതുന്നു. ദെൻ ഇവിടെ മിഡ് വാല്യൂ കാണേണ്ട കാര്യമില്ലല്ലോ, കാര്യം മീഡിയൻ വെച്ചാൽ ചെയ്യേണ്ടത്. സോ അതിനിവിടെ പ്രസക്തി ഇല്ല. സോ ആദ്യമേ നമ്മൾ മിഡ് വാല്യൂ കാണുന്നില്ല. ഓക്കെ, ദെൻ ഫ്രീക്വൻസി തന്നിരിക്കുന്ന വാല്യൂസ് അതുപോലെ തന്നെ എഴുതി. ദെൻ ഉടനെ എന്ത് കാണുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. ആഡപ്പ് ചെയ്ത് പോകുന്നു. ദെൻ മിഡ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചു. കാര്യം ഇനി നമ്മുടെ മോഡ് ഡി കാണാൻ നേരത്തെ മോഡ് ഡി കാണാൻ വേണ്ടിയിട്ട് എക്സ് മൈനസ് മീഡിയൻ എന്നല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്നത് 0 to 10 എന്ന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിഡ് വാല്യൂ ഒന്ന് കാണുന്നു. മിഡ് വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ കണ്ട പോലെ തന്നെ 0 + 10/2 5, 10 + 20/2 15, 20 + 30/2
ആ രീതിയിൽ മിഡ് വാല്യൂ കാണുന്നു. ദെൻ അടുത്തത് മോഡ് ഡി കാണണം. മോഡ് ഡി കാണാനുള്ള ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ എക്സ് മൈനസ് എം എന്നാണ്. ഇവിടെ എക്സ് അല്ല, എക്സിന് പകരം മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ മൈനസ് മീഡിയൻ. അപ്പോൾ മീഡിയൻ എന്താണെന്നൊന്ന് കാണണം. മീഡിയൻ കാണണമെങ്കിൽ ആദ്യം മീഡിയൻ ക്ലാസ് നോക്കണം. മീഡിയൻ ക്ലാസ് കാണുന്നത് എങ്ങനെയാണ്? സൈസ് ഓഫ് n/2th ഐറ്റം. അപ്പോൾ സൈസ് ഓഫ് 60/2th ഐറ്റം, അതായത് 30th ഐറ്റം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 30 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല. 24 കഴിഞ്ഞ് അടുത്തത് 39 ആണ്. അപ്പോൾ 39 എന്ന് പറയുന്നതിൻ്റെ ക്ലാസ് ഏതാണെന്ന് നോക്കി. 30 to 40. അപ്പം മീഡിയൻ ക്ലാസ് 30 to 40 ആണ്. സോ L1 30, L2 40. ദെൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15. അതിൻ്റെ എം എന്ന് പറയുന്നത് എത്ര വരും? ഓൾറെഡി കണ്ടായിരുന്നു, 30. ദെൻ സി എന്ന് വെച്ചാൽ 39 തൊട്ട് മുന്നേ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് 24. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്ത് മീഡിയൻ കിട്ടും. മീഡിയൻ ഈക്വൽ ടു 34 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് മോഡ് ഡിയുടെ കോളം ചെയ്യാമല്ലോ. മോഡ് ഡി എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് മീൻ മിഡ് വാല്യൂ മൈനസ് മീഡിയൻ എന്നാണ്. അതായത് മിഡ് വാല്യൂ മൈനസ് 34. അപ്പോഴത്തേക്ക് 5 minus 34 minus 29. മോഡുലസ് മാറ്റുമ്പോൾ 29. ദെൻ 15 minus 34. അപ്പം -19. മോഡുലസ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ മാറ്റുന്നു. അപ്പം 19 കിട്ടും. ആ രീതിയിൽ മോഡ് ഡിയുടെ എല്ലാ വാല്യൂസും കിട്ടും. ദെൻ എഫ് ഇൻറ്റു മോഡ് ഡി കൂടെ കാണുക. അതായത് 4 into 29 116. ആ രീതിയിൽ എഫ് മോഡ് ഡി കണ്ടു. അതിൻ്റെ സം കൂടെ കണ്ടു. സിഗ്മ എഫ് ഡി അല്ല, സിഗ്മ എഫ് മോഡ് ഡി ലാസ്റ്റ് കാണുമ്പോൾ 742 എന്ന് കിട്ടും. ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. മീൻ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ എഫ് മോഡ് ഡി ബൈ എൻ 12.37. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണാൻ മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ, അപ്പോൾ 0.364. ഇങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷനും കാണുന്നത് എബൌട്ട് മീഡിയൻ. ആക്ച്വലി ഈ ടോപ്പിക്സ് ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ആദ്യത്തെ ഒരു പോർഷൻ നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വന്നാൽ മുന്നോട്ട് പോകും തോറും എളുപ്പമാണ്. ഇടയ്ക്കൊരു പോയിന്റ് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് മീഡിയൻ കാണുന്നത് കണ്ടിന്യൂസ് സീരീസിന് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. സോ ആദ്യം തൊട്ടുള്ള പോർഷൻസ് നല്ല വൃത്തിക്ക് പഠിച്ചു വന്നാൽ നമുക്ക് പോർഷൻസ് എളുപ്പമായിട്ട് തന്നെ പോകും. ദെൻ ഒരു തിയറി പാർട്ട് കൊടുത്തിട്ടുണ്ട്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മീൻ ഡീവിയേഷൻ. വായിച്ചു നോക്കിയാൽ മതി. CC ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. ദാറ്റ്സ് ഇനഫ്. അത് എഴുതണം എന്നില്ല, ഒന്ന് വായിച്ച് ഇരുന്നാൽ മതി. എക്സാമിൻ്റെ ടൈമിനും ഒന്ന് വായിച്ച് നോക്കിയേക്കുക. കാരണം നമുക്ക് തിയറി പോർഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് മാത്രമല്ല എക്സാമിന് വരാറ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്താൽ അറിയാം. തിയറിക്കും അതുപോലെ തന്നെ പ്രോബ്ലംസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, താങ്ക് യു.